നല്ല മഴയത്ത് കാടും മലയും നല്ലോണം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അതിന് മഹാരാഷ്ട്ര തന്നെ ഇൻസ്റ്റയിൽ മഹാരാഷ്ട്രത്തെ 2-3 റീലുണ്ടുള്ളൂ. ഞങ്ങളും അങ്ങോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് ഞാനുണ്ട് ടോണിയുടെ ഫിലിപ്പുണ്ട്. എറണാകുളത്തിന് 5:30 ട്രെയിനാണ് പോകുന്നത്. തിരുവനന്തപുരം ലോകമാനത്തിലേക്ക് എക്സ്പ്രസ്. ആദ്യം ഞങ്ങൾ ജനറലിൽ പോകാന്ന് വിചാരിച്ചാ, പിന്നെ വേണ്ട സ്ലീപ്പറിൽ പോകാന്ന് വിചാരിച്ചു. ജനറലിൽ പോയി മടുത്ത് സ്ലീപ്പർ ആകുമ്പോൾ അങ്ങോട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങിയാട് പോകാം. ട്രെയിനിൽ കയറിയതും നേരെ പുതപ്പ് കിടത്തു ഒറ്റ ഉറക്കം. എണീച്ചപ്പോൾ ഒരാൾ എന്നെയും കാത്തിരിക്കുന്നത്. ഞാൻ പുറത്തിറങ്ങി നോക്കിയപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുള്ളൂ. ഇത്ര നേരം കിടന്നിട്ടും കോഴിക്കോട് എത്തിയിട്ടേ ഉള്ളൂ. അതിന് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഇങ്ങനെ കുറേ നേരം ഇരുന്ന് അതിനായിട്ട് യൂട്യൂബിൽ ട്രാവൽ വീഡിയോസ് ഒക്കെ കണ്ടു. അപ്പോഴത്തേക്കും വിശക്കാൻ തുടങ്ങി. ടോണിന്റെ അമ്മ രാവിലെ എണീച്ച് നല്ല പൊതിച്ചോറൊക്കെ ഉണ്ടാക്കി കൊടുത്തുവിട്ടിട്ടുണ്ട്. അതങ്ങനെ തുറന്നു നോക്കിയപ്പോൾ രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരം കഴിക്കാനുള്ള ചോറുണ്ട്. അതാണ് നല്ല പയറൊലത്തിയതും ചെമ്മീൻ റോസ്റ്റും തക്കാളിക്കറി. മോനെ അതങ്ങോട്ട് കഴിക്കണം, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അതിന് അങ്ങനെ നേരെ ലുഡു കളിക്കാൻ തുടങ്ങിയിട്ടാ. ലുഡു കളിച്ച പെട്ടെന്ന് സമയം പോകും. പക്ഷെ 2-3 കളി തോറ്റിയപ്പോൾ ലുഡു കളിയാണ് നിർത്തിയത്. അതിന് കണ്ണൂർ എത്തിയപ്പോൾ മോനെ 1-2 മണിക്കൂർ അവിടെ അങ്ങോട്ട് പിടിച്ചു. പണ്ടൊക്കെ മുമ്പേ പോകാൻ 22 മണിക്കൂർ മതിയാണ്. ഇപ്പൊ 26 മണിക്കൂറായി. സമയം കൂടിയാവും. ട്രെയിനിൽ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. ടോണിയാ നല്ല ചക്കടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായി. നല്ല ടേസ്റ്റ് ആണ്. ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ 20 നോട്ടിന്റെ വീഡിയോ ഒക്കെ എടുത്ത് 20 നോട്ടിലുള്ള എല്ലോറ കേവ്സ് ഇല്ല അവിടെ പോകുന്നുണ്ട്. അതുകൊണ്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുത്ത്. പിന്നെ ടോണി ഈ പ്രാവശ്യം മറക്കാതെ ക്രിയാറ്റിനൊക്കെ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ട്രക്കിങ്ങിന് അത് എടുക്കാൻ മറന്നു. ഇപ്പൊ പിന്നെ മഴയത്ത് ഈ റൂട്ട് കാണാൻ നല്ല രസമുണ്ട്. ഗോവ എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായി. നല്ല ബർഗറും റാപ്പൊക്കെ അതൊക്കെ കഴിച്ചിട്ട് ഒറ്റ ഉറക്കമായിരുന്നു. പക്ഷെ രാവിലെ 8:30 ആയിട്ട് മുംബൈ എത്തിയിട്ടില്ല. പിന്നെ ഇത്തിരി കഴിഞ്ഞപ്പോൾ ലോക്കൽ ട്രെയിനും കണ്ടു തുടങ്ങി. അപ്പൊ തന്നെ മനസ്സിലായി മോനെ മുംബൈ എത്തിയിരുന്നു. അപ്പൊ മുംബൈത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം.